ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരുവിധം നമ്മുടെ വീഡിയോസിലൊക്കെ തന്നെ ഞാൻ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ്, നിങ്ങളെല്ലാം കേട്ടും പരിചയമുള്ള ഒരു സംഭവം കൂടിയായിരിക്കും. പക്ഷേ പലർക്കും ഇത് അറിയില്ല, ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ കൺട്രോളാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഒരുപാട് പേര് ഇപ്പം നമ്മൾ ബിഫിറ്റിൽ കൺസൾട്ടേഷൻ കോൾസ് ഒക്കെ എടുക്കുന്നുണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്യുക? എനിക്ക് ഒരു ഡയറ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ ബിസി ഷെഡ്യൂളാണ്. പക്ഷേ എന്നാൽ എനിക്ക് കറക്റ്റായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്ത് പോകണമെന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്ലേറ്റ് ബാലൻസ് ചെയ്യുക, പോർഷൻ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡൗട്ട് ഇപ്പോൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ പോർഷൻ കൺട്രോൾ എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങളുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ മേടിക്കുന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പാലിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യമാണ് ഈ ഒരു പോർഷൻ കൺട്രോൾ അല്ലെങ്കിൽ പ്ലേറ്റ് ബാലൻസിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം കലോറി ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാജുവലി അതിൻ്റെ വഴിക്ക് തന്നെ നടന്നോളും. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഒരു സഹായം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട എന്താണ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് പ്ലേറ്റ് ബാലൻസ് ചെയ്യുക, എങ്ങനെയാണ് പോർഷൻ കൺട്രോൾ ചെയ്യുക, ഈവൻ നിങ്ങൾ പുറത്ത് പോയിട്ടൊക്കെ ആഹാരം കഴിക്കുകയാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പോർഷൻ കൺട്രോൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോർഷൻ കൺട്രോൾ എന്താണ്, പ്ലേറ്റ് ബാലൻസിങ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, നമ്മളൊരു ഹെൽത്തി ഫുഡ് ആവട്ടെ അൺഹെൽത്തി ഫുഡ് ആവട്ടെ, നമ്മളത് അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിട്ട് വരുന്നതും അമിതവണ്ണത്തിലോട്ടും പ്രമേഹത്തിലോട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇത് ഹെൽത്തി ഫുഡല്ലേ, ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ നല്ലതാണല്ലോ എന്ന്. അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു പോർഷൻ കൺട്രോളിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്യാൻ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈവൻ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ പോലും, അത് ബിരിയാണി ആവട്ടെ, ഐസ്ക്രീം ആവട്ടെ, എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡുകളും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനും ഗിൽറ്റ് ഫ്രീ ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ബ്ലോട്ടിങ്, ഇൻഡൈജഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിത് മൈൻഡ്ഫുൾ ആയിട്ട് പ്രോപ്പർ പോർഷനിൽ കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോട്ടിങ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇൻഡൈജഷൻ ഇഷ്യൂസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, ക്രേവിങ്സ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാറ്റ് ലോസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പലരും വിചാരിക്കുന്ന പോർഷൻ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നേരെ പകുതിയാക്കി ചുരുക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്ലേറ്റ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്ലേറ്റിനകത്ത് ഓരോ പോർഷൻസിനകത്തും ഇത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലേറ്റ് ബാലൻസ് ചെയ്യാനും പോർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുള്ള ഏറ്റവും ചെറിയ പ്ലേറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് എൻ്റെ ലഞ്ച് പ്ലേറ്റ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ കഴിയുന്നതും ഈ ഒരു പ്ലേറ്റ് തന്നെയാണ് കഴിക്കാറ്. യൂഷ്വലി നമ്മൾ ചിലപ്പോൾ ബിഗ് പ്ലേറ്റിലായിരിക്കും കഴിക്കുന്നത്, പക്ഷേ കഴിയുന്നതും നമ്മൾ പോർഷൻ കൺട്രോൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ട്രെയിനിയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്ലേറ്റ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീസ്പൂണും ടേബിൾ സ്പൂണും ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ടേബിൾ സ്പൂണാണ് നമുക്ക് അളവുകൾക്കൊക്കെ വേണ്ടി വരിക. നമ്മളിപ്പം 150 ഗ്രാം 120 ഗ്രാം എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുക ടേബിൾ സ്പൂൺ വെച്ച് കണക്കുകൾ പറയുമ്പോഴായിരിക്കും. അപ്പോൾ ഒരു ഫീമെയിലിന്, ഞാനിപ്പോൾ ഒരു ലഞ്ച് പ്ലേറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ലഞ്ച് പ്ലേറ്റിൽ നമുക്കൊരു ഫീമെയിലിന് മാക്സിമം കഴിക്കാൻ പറ്റാവുന്ന ഒരു റൈസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 6 to 7 ടേബിൾ സ്പൂൺ ആണ്. അത് 4 ടേബിൾ സ്പൂൺ ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ പച്ചക്കറികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം ചോറ് ഒക്കെ നിർബന്ധമായിട്ടുള്ളവർക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇനി പുരുഷന്മാർക്കാണെങ്കിൽ അത് 10 ടേബിൾ സ്പൂൺ വരെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് തവിടുള്ള റൈസ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ പ്ലേറ്റിൻ്റെ ബാക്കി വരുന്ന ഒരു വലിയൊരു പോർഷൻ, അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതി പോർഷനോളം നമ്മൾ വെജിറ്റബിൾസ് കൊണ്ടാണ് നിറയ്ക്കേണ്ടത്. അപ്പോൾ അത് ചിലർ പറയും സാലഡ്സ് കഴിക്കണം, റോ സാലഡ്സ് തന്നെ കഴിക്കണം എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഉപ്പേരികൾ, അതായത് തോരൻ, മെഴുക്ക് പുരട്ടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു 1/4 പ്ലേറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. ബാക്കിയുള്ള പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് റോ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കാരണം നമ്മൾ തോരനൊന്നും ചിലപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 1/4 പ്ലേറ്റ് അത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് റോ വെജിറ്റബിൾസ് കൊണ്ട് നിറയ്ക്കാം. ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഇനി ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രോട്ടീൻ സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മുരിങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പരിപ്പിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിഷും ചിക്കനും മുട്ടയും ഒക്കെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ, കടല അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ വെജിറ്റബിൾസും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. റൈസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ട് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, മില്ലറ്റ് ഓപ്ഷൻസ് കഴിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു സ്ട്രക്ചർ ഇതായിരിക്കണം. അതായത് ഒരു 1/2 പ്ലേറ്റ് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം,
1/4 പ്ലേറ്റ് പ്രോട്ടീൻ ആഡ് ചെയ്യണം. ബാക്കി വരുന്ന 1/4 പ്ലേറ്റ് നിങ്ങൾ എന്താ പറയുക കാർബ് കഴിയുന്നതും കോംപ്ലക്സ് കാർബ് ഓപ്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്യണം. ഈ രീതിയിലാണ് നമ്മൾ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പോർഷനിലായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയി കഴിക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പ്ലേറ്റ് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം കാണിച്ചു തന്നു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ തന്നെ ചെയ്യേണ്ടത്. ഒരു ഹാഫ് പ്ലേറ്റ് കഴിയുന്നത് നിങ്ങൾ എന്താ പറയുക വെജീസും അല്ലെങ്കിൽ തോരൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. ഒരു ചെറിയൊരു പോർഷനിൽ മാത്രം കാർബ് ഓപ്ഷൻസ്, മറ്റൊരു പോർഷനിൽ പ്രോട്ടീൻ. ഈ രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ടും സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം നേരെ പകുതിയായി ചുരുക്കുന്നതല്ല പോർഷൻ കൺട്രോൾ. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് എപ്പോഴും സ്മോളർ പ്ലേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. വലിയ പ്ലേറ്റിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പോർഷൻ സൈസ് കൂടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെറിയ പ്ലേറ്റിൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരു 20 മിനിറ്റ്സ് എങ്കിലും എടുത്ത് ചവച്ചരച്ച ആഹാരം സാവധാനം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. കാരണം മിനിമം ഒരു 20 മിനിറ്റ്സ് വേണം നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാനായിട്ട്. നമ്മൾ ആഹാരം കഴിക്കുകയാണ്, നമ്മുടെ വയറ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ കുടലിൽ നിന്ന് നേരെ ബ്രെയിനിലോട്ട് പാസ് ചെയ്യണമെങ്കിൽ മിനിമം 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരിക്കലും മനസ്സിലാവില്ല നമ്മൾ ആഹാരം കഴിച്ചു എന്ന്. അപ്പോൾ അത് ആ ഒരു ബിഗ് മീൽ ആണെങ്കിൽ പോലും വീണ്ടും നമുക്ക് ആഹാരം കഴിക്കാനായിട്ടുള്ള ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി വീണ്ടും ഉണ്ടാവും. മിനിമം 15 to 20 മിനിറ്റ്സ് എടുത്ത് ചവച്ചരച്ച ആഹാരം കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് സെർവിങ് എടുക്കാതിരിക്കുക. അതായത് നിങ്ങൾ എത്രയാണോ പോർഷൻ ആദ്യം എടുത്തത് ആ പോർഷൻ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിനെ കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാൻ നോക്കുക. അപ്പോൾ അത് കറക്റ്റ് പോർഷൻ ആണെങ്കിൽ നിങ്ങളുടെ വയറും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നിങ്ങളുടെ മൈൻഡും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മളൊരു റോ വെജിറ്റബിൾസും അതുപോലെ തന്നെ തോരനും വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾ ആദ്യം കഴിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ റൈസും ദാലും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്കറിയാം പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഈ റൈസിനേക്കാളും ചപ്പാത്തിയേക്കാളും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ സോഴ്സസിനേക്കാളും ഒക്കെ കലോറി കുറവാണ്. പക്ഷേ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് വേഗം ഫില്ലാവും. കാരണം അതിനകത്ത് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ ഫില്ലിംഗ് ആക്കി കീപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ആദ്യം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് അതിനുശേഷം നിങ്ങളുടെ ചോറിലോട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോട്ടോ ഒക്കെ പോകാമെന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെക്നിക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ആണ് പ്രോട്ടീൻ, ഫൈബർ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ചോറ് ചപ്പാത്തിയൊക്കെ വളരെ ലിമിറ്റഡ് പോർഷൻ ആയിട്ട് കഴിക്കും. ഇങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ എക്സ്ട്രാ കലോറി ബേൺ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ എന്താ പറയുക മിസ് ഔട്ട് ചെയ്യുകയാണ്. കാരണം ഫൈബർ പ്രോട്ടീൻ ഒക്കെ ദഹിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ആ ദഹിക്കുന്ന സമയം അത്രയും നമ്മുടെ ബോഡി കലോറീസ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും നമ്മൾ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഈ മീൽ ഫിനിഷ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും വിശക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ക്രേവിങ്സ് വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കോമൺ മിസ്റ്റേക്ക് ആണ് എന്തെങ്കിലും സ്ക്രീൻസ് കണ്ടുകൊണ്ട്, അതായത് TV കാണുക അല്ലെങ്കിൽ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ആഹാരം കഴിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടല്ല കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയാം. നമ്മൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ TV കണ്ടുകൊണ്ട് ആഹാരം വാരി കൊടുക്കുമ്പോഴൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. അവരെന്താണ് കഴിക്കുന്നത്, എത്ര പോർഷനാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ബോധം പോലും അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മളും TVയും ഇതൊക്കെ കണ്ട് ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പോർഷനാണ് കഴിക്കുന്നത്, അത് പോർഷൻ കൺട്രോൾഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോധവും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഈറ്റിംഗ് മെത്തേഡ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.